ഞാൻ ഈ മരിക്കാൻ പോയതൊന്നും എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ അവസ്ഥ കൊണ്ടാണ്. മുടി വെട്ടിത്തരാനായാലും കുളിപ്പിക്കാനായാലും ഇതൊക്കെ എനിക്ക് ഒരാൾ ചെയ്തു തരേണ്ട അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടോ. ഇവർ കാരണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കണത് പ്ലീസ്. അല്ലെങ്കിൽ പണ്ടൊക്കെ പല മണ്ണിൻ്റെ അടിയിൽ പോയാൽ ആരും പറഞ്ഞത് വിശ്വസിക്കുമോ? മരിക്കുക കാരണം നിനക്ക് നിൻ്റെ ലൈഫ് കഴിവില്ല, നിനക്ക് ഒന്നുമില്ല, നിനക്ക് ഭാവിയില്ല, ഒരു തേങ്ങയും ഇല്ല, പോയി ചാവടി. ഹേ ഗേസ്, ഞാൻ സംസാരിക്കുന്നത് ഡിപ്രഷനെ കുറിച്ചാണ്. അതായത് എത്ര തരം ഡിപ്രഷൻ ഉണ്ട്, ആ ഡിപ്രഷൻ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ അതിൽ നിന്ന് പരിഹാരം കാണാം, അതൊന്നുമല്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും നല്ല അതിഭീകരമായ ആൻസൈറ്റി, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാനിക് അറ്റാക്കൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ നീ വല്ല യൂട്യൂബിൽ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഷോർട്സൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കറങ്ങി നടക്കുന്ന ഒരാളാണല്ലോ. നമ്മൾ പറയില്ലേ, റീൽസിൽ പോലെയല്ല റിയൽ ലൈഫിൽ എന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ കേട്ടോ. അതായത് അതെൻ്റെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. സോ അതിലൊരു ബ്രേക്ക് വരരുത് എന്നുള്ള രീതിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അതിലൊക്കെ സന്തോഷം കാണണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പോഴത്തെ ആൻസൈറ്റിനെ കുറിച്ച് പറയണ മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ബാക്ക്വേർഡ് തോന്നും. അതായത് കുഞ്ഞിലത്തെ ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചൈൽഡ് ട്രോമ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ കണ്ടുപിടിയാണല്ലേ, വീട്ടിലെപ്പോഴും അടിയാണല്ലേ, അതൊക്കെ അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് 2025 കഴിഞ്ഞ് 2026 ന്യൂ ഇയറിന് ഇടാൻ വേണ്ടി ഞാനൊരു സ്റ്റോറി എടുത്തു. അപ്പോൾ ഞാനതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. 2026 അല്ലെങ്കിൽ 2025 പോലും ജീവനോട് ഉണ്ടാവേണ്ട ഒരാളല്ല ഞാൻ. 2023 ചത്ത് പണ്ടാറായി പോകേണ്ട ഒരാളായിരുന്നു ഞാൻ. ചെറുപ്പത്തിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇപ്പോൾ പിള്ളേർ രാത്രിയൊക്കെ എനിക്ക് പേടിച്ച് കരയുകയാണ്. നല്ല പേര് കിട്ടിയതാണ്, അല്ലെങ്കിൽ ചീത്തേൻ്റെ മീൻസ് നെഗറ്റീവ് അതിൻ്റെയാണെന്ന് പറയും. ഞാനങ്ങനെ കരയുമായിരുന്നു. ഞാൻ കരയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേര് വീട്ടിൽ കൂടും അല്ലതൊക്കെ കാര്യം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയും. നല്ല രീതിയിലുണ്ട്. എൻ്റെ അമ്മ പലരോട് പറയാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ 3 മക്കളിൽ ഇവൾ മാത്രമൊന്നും അത്രയ്ക്ക് അടി കിട്ടിയൊരു കുട്ടി. കാവലിടങ്ങാൻ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ചെറുതായിട്ട് വേദന കൊണ്ട് കരയുന്നവരും ഞാൻ. പണ്ടൊക്കെ ശരീരമാണ് വേദനിച്ചെങ്കിൽ ഇപ്പോൾ മനസ്സാണ് വേദനിക്കുന്നത്. അത് പലതും എനിക്ക് ഓർമ്മയുണ്ട്. അത് കൈ കൊണ്ടൊക്കെ അടിച്ചിട്ട് തുടങ്ങൽ 5 വിരൽപ്പാട് വരും. ചീപ്പൊക്കെ വളച്ച് പിടിച്ചടിക്കുക, മുളക് പൊടി കൊണ്ട് തല്ലി വെക്കുക. ആ കുഞ്ഞെണ്ണ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ കുറച്ച് നേരം അതിന് സ്നേഹിച്ചാണ്. പോട്ടെ, ഇപ്പോൾ കുടുംബത്തിൽ പിള്ളേരൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഈ ചെറിയ വായ കൊണ്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവരൊന്നും ഒരു നോട്ടം കൊണ്ട് പോലും വിഷമിപ്പിക്കാത്തത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഭാഗ്യവാന്മാർ. അതെ, പണ്ടത്തെ ഞാനിപ്പോൾ പെട്ടെന്ന് തലയിൽ എന്താണ് ചതിക്കാത്ത എന്തെങ്കിലും നവ്യാനായരുടെ അവസ്ഥയായിരുന്നല്ല ഈശ്വരാണ്. ഓക്കെ, പട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട് വളർന്നു വരുമ്പോഴേക്കും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറേ റിലേഷനും അതിലൊക്കെ പെട്ടിട്ടാണ് നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കാറുള്ളത്. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് കുഞ്ഞു പ്രശ്നങ്ങൾ തന്നെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോഴേക്കും ഒരു ചേച്ചി സീറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി. ആ പുള്ളിക്കാരിയുടെ അടുത്തിരുന്ന ഒരു പെണ്ണ് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ നമ്മൾ ആ സീറ്റിലിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് കുറച്ച് പ്രായമായവരൊക്കെ സീറ്റിലിരിക്കണമല്ലോ സന്തോഷം. പിള്ളേരൊക്കെ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവരൊക്കെ എന്തിനാണ് ഇരിക്കണം, ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. നമ്മൾ ഫുൾ ടിക്കറ്റ് എടുത്ത് തന്നെയാണല്ലോ പോകണം. അപ്പോൾ ഈ ചേച്ചിയായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. ഈ ചേച്ചി മറ്റേ ഈ പൈപ്പും ചൂടുള്ള പെണ്ണുങ്ങളെ പോലെ കുറുന്ന് സൈഡിൽ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിക്ക് പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിലൊക്കെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, റിയാക്ട് ചെയ്യാൻ പറ്റേണ്ട സ്ഥലങ്ങൾ റിയാക്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പോകാറുണ്ട്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്താടി റിയാക്ട് ചെയ്തായിരുന്നത് എന്ന് തോന്നും. പക്ഷേ ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം 8:30 വർക്കിന് കയറുമ്പോൾ ഞാൻ 7:30 കമ്പനിയിലെത്തും. കാരണം ഒരു വിധേനയും ഈ ഒരു സ്ത്രീയെ എൻ്റെ മുമ്പിൽ ഇനി കാണല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് എപ്പോഴും ഓടി മാറി നീങ്ങി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ ഒരാളുടെ തോളത്തേക്ക് ഒരു പ്രശ്നം കൊണ്ട് ഞാനൊരു ഏണി പിടിച്ച് നടക്കുന്ന ഒരാളല്ല. എവിടെയെങ്കിലും കൊണ്ട് ചാരി വെച്ച് ഇഷ്യൂ ഉണ്ടാക്കുക, അങ്ങനെ മാക്സിമം മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എന്ത് ചെയ്യാനായി, കണ്ട ഇതൊക്കെ കൂടി എൻ്റെ തലയിൽ വന്നു ചെയ്യണം. പിന്നെ ഞാൻ ഇങ്ങനെ വളർന്നു വന്നപ്പോഴേക്ക് നമ്മൾ നല്ലൊരു ഹാപ്പി ആയിട്ട്, അത്രയും ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രശ്നങ്ങളും സന്തോഷമൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും.
വെറുതെ വഴക്കിട്ട് പോകണമെങ്കിൽ ഓക്കെ ആവോട്ട് പുല്ലി അവർ ഹാപ്പി ആയിട്ടിരിക്കും, പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ടിരുന്നാൽ എന്താണെന്ന് വിചാരിക്കും. പക്ഷെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? യെസ്, അങ്ങനൊരു ഗതികേട്, അങ്ങനെ ഒരു ദുരനുഭവം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ കൂളായിട്ടൊന്ന് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നും അപ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റണം. എന്നെ സംബന്ധിച്ച് ഞാൻ 10 പേരുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് കാണിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. സീരിയസ്ലി എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല. ഞാൻ എപ്പോഴും ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കാറുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം അത് പൊട്ടിപ്പോയി, അത് എങ്ങനെയൊക്കെ കൂട്ടിച്ചാലും നേരെ ആവില്ലെന്ന് എനിക്കും അറിയാം. അപ്പം അതിനുവേണ്ടി കരയണതിലൊരു അർത്ഥമില്ലല്ലോ. ഇതൊക്കെ വിചാരിച്ചാണ് ഞാൻ മാറിയത്. ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ആലോചിച്ചാണ് ഞാൻ മാറിയത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളോടും പറഞ്ഞത്. അപ്പം അതെന്നെ നല്ല രീതിക്ക് ബാധിച്ചു. 1.5 വർഷം വീട്ടിൽ തന്നെ ആയിപ്പോയി. പഠിത്തം ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. ഫുഡ് കഴിക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഹോസ്പിറ്റൽ ട്രിപ്പ്, കുറേ അധികം സന്ദർശകർ. അമ്മേ, അന്ന് ഒരുപാട് അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. മുമ്പോട്ട് നോക്കുമ്പോഴേക്കും ഒന്നും കാണുന്നില്ല. അതായത് ഫ്യൂച്ചർ എനിക്കില്ല, ഭാവി എനിക്കില്ല, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചറിയും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കെന്തെങ്കിലും വന്ന് ഇന്ന ആളുണ്ടാവോട്ടാന്ന് വിചാരിക്കും. ഒരിക്കലുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ചില സാഹചര്യങ്ങളെ നമുക്ക് കുറേ പേരെ മനസ്സിലാക്കാൻ പറ്റില്ലേ, അതേപോലെ എനിക്ക് അന്നും കുറച്ച് പേര് മനസ്സിലാക്കി ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാകാതിരിക്കും. പലരും പല മോഡേൺ ന്യായങ്ങളൊക്കെ പറഞ്ഞു എന്ത് സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കണക്കിന് ശരിയാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ആ പ്രശ്നത്തിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും സംസാരിച്ച് നമ്മളോട് സംസാരിക്കും. നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കാം അല്ലേ. ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ബർത്ത്ഡേ സമയത്ത് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് വയ്ക്കും. ഒരാൾ നീ ഹാപ്പി ആണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഒരാൾ വല്ലപ്പോഴും വന്നിട്ട് ഓക്കെ അല്ലേ, നല്ലതായിട്ടിരിക്കണില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള എന്തോ വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ലൈഫിൽ അനുഭവിച്ച സമയത്ത് എൻ്റെ കൂടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കുറച്ച് നല്ല വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന 1, 2, 3 ഒക്കെ. ഇവർക്ക് കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കാരണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് മണ്ണിൻ്റെ അടിയിൽ പോയേനെ. അപ്പോൾ അവരോട് ഞാൻ ഒന്ന് കടപ്പെട്ടിരിക്കുക. അതായത് ഡെയിലി കോണ്ടാക്റ്റില്ല, ഡെയിലി കാണുള്ളെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചാലും ഞാൻ അവരോടുള്ള നന്ദി ഞാൻ സൂചിപ്പിക്കും സീരിയസ്ലി. കാരണം അവരില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. എനിക്ക് ഇപ്പം മെയിനായിട്ട് അവരുടെ പേരെനിക്ക് എടുത്ത് പറയാനുണ്ട്. സനലും വിജയനും ഞാൻ മെയിനായിട്ട് പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവരാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. അതല്ലാതെ വീട്ടിൽ വെച്ച് നല്ലോണം നോക്കാനും പരിപാലിക്കും. എല്ലാ ആൾക്കും മുടി വെട്ടിത്തരാനായാലും കുളിപ്പിക്കാനായാലും ഇതൊക്കെ എനിക്ക് ഒരാൾ ചെയ്തു തരേണ്ട അവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടോ. ഞാൻ അത്രയും ഡീപ്പായിട്ട് നിങ്ങളോട് പറയാത്തതാണ്. അത്ര അവസ്ഥയിലേക്ക് മാറി. പക്ഷേ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എന്നെ അതേപോലെ എൻ്റെ കൂടെ നിന്നവരുണ്ട്. പക്ഷേ ഇവരെ കുറിച്ച് പറയുന്നത് ഇവർ പുറത്തുള്ളവരാണ്. അപ്പം പുറത്തുള്ളവരാണ് എന്നിട്ട് പോലും അവർ വർക്കിന് പോകണമെന്നുണ്ട്. വർക്ക് കഴിഞ്ഞ് വരണ സമയം അവർക്ക് സമയമുള്ള പോലെ വരിക, എപ്പോഴും വിളിക്കുക. ഞാനൊന്ന് കോൾ എടുത്തില്ലെങ്കിൽ അവർ ടെൻഷനായിട്ട് അപ്പം തന്നെ അന്വേഷിച്ച് വീട്ടിൽ വരിക. അല്ലെങ്കിൽ എന്നെ പുറത്ത് സിനിമയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ആരും എന്നെ കാണരുതെന്നൊക്കെ ഒരു മാസ്കൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഇന്ന് ചാവണോ നാളെ ചാവണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സിനിമ പോകുമ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ഞാനവിടെ വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ കരയാനായിരിക്കും. അപ്പോൾ അവരെന്നെ വിളിക്കും. അപ്പോഴാണ് ഞാൻ തിരിച്ച് വരിക ചിന്തകളിൽ നിന്ന്. അപ്പോൾ അതേപോലെ എന്നെ നോക്കിയവരുണ്ട്. ഇതൊന്നും അല്ല, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നോക്കിയിട്ടുണ്ട് പലരും. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ നമ്മൾ വിചാരിക്കുമോ കഴിഞ്ഞ് ദുരന്തങ്ങളൊക്കെ കഴിക്കാം. ഞാൻ തിരിച്ചു വന്നു ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് ആ ഒരു സാധനം ഞാൻ മറന്നുപോയി. അതിൽ നിന്നൊക്കെ വിട്ട് ഞാനൊരു പുതിയ ആളായെന്നല്ല, സ്റ്റിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ വിഷമിക്കുന്ന ഒരാളാണ്. ആ ഒരു കാര്യം മറക്കാതെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരാളാണ്. മരിക്കണ വരെ മറക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളിൽ പെട്ടെന്നാണ് അത്. ഓക്കെ പോട്ടെ. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. അതായത് ഡോക്ടർ എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരോട് ഞാൻ പറയും, അതായത് ഇപ്പം ഞാൻ ഈ കണ്ണു തുറന്നിരിക്കണല്ലേ, ഇതേപോലെ തന്നെ എനിക്ക് നാളെ ഈ നേരം വരെ ഇരിക്കാൻ പറ്റും. അത് ഒരു ദിവസമല്ല, മാസങ്ങളോളം ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ പറ്റില്ല, അന്ന് പറ്റുമായിരുന്നു. മാസങ്ങളോളം ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ചോദിക്കും, ആരും പറഞ്ഞത് വിശ്വസിക്കുമോ? നമ്മൾ മര്യാദക്ക് വെള്ളം പോലും കുടിച്ചില്ലെന്ന് വിചാരിക്കും. വെള്ളം പോലും കുടിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു ക്ഷീണം അനുഭവിക്കണില്ല. ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് ഞാൻ അറിയണില്ല. അതേപോലത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ഞാൻ സംസാരിക്കണോ, ഞാൻ അമ്മയെന്ന് വിളിക്കണുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അത്ര ഞാൻ ബ്ലാങ്കായിപ്പോയി. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. മരിക്കാം. കാരണം നിനക്ക് നിൻ്റെ ലൈഫ് കഴിവില്ല, നിനക്ക് ഒന്നുമില്ല, നിനക്ക് ഭാവിയില്ല, ഒരു തേങ്ങയും ഇല്ല, പോയി ചാവടി.
എന്ന്. പക്ഷെ ചാവാൻ എനിക്ക് പേടിയായിരുന്നു. പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ പേടിച്ചിട്ട് ഞാൻ നിർത്തും. കാരണം ഞാൻ ഈ മരിക്കാൻ പോയതൊന്നും എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ അവസ്ഥ കൊണ്ടാണ്. പേടിയുണ്ട്, അല്ലാതെ വേറൊന്നും കൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു അന്നെൻ്റെ സമയമായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനെപ്പോഴും തമാശയൊക്കെ എല്ലാവർക്കും പറഞ്ഞല്ലേ കാലിന് പോലും വേണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും പിന്നെ ഇരിക്കാം. പക്ഷെ എനിക്ക് തോന്നി ഒരു സമയത്ത് എനിക്ക് കുറച്ച് തിരിച്ചറിവുണ്ടായി. ഞാൻ ചത്താലും എല്ലാവരും എന്നെ മറക്കും. ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക്. അങ്ങനെ അതായത് ഞാൻ എന്തായാലും ചാകുന്ന ഉറപ്പായവരും അല്ലെങ്കിൽ ചത്ത് കഴിഞ്ഞാൽ കണ്ട അവൾ ട്രൂ ലവ് തന്നെ എന്ന് പറഞ്ഞ് നടക്കാനുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. കാരണം എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരാട്ടാ, ഇൻഡയറക്റ്റായിട്ട് പറയണ ചാവണം എന്ന് വരാട്ടാ. അപ്പുറത്ത് പോയി പറയും ചേച്ചി നോക്കിക്കോളണം കേട്ടോ അവളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മറുപടി ആയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സീരിയസ്ലി എനിക്ക് ഞാൻ ഫോൺ റീചാർജ് ചെയ്യില്ല, ഫോൺ ചാർജ് ചെയ്യില്ല, ഒന്നും ഉപയോഗിക്കാതെ കുറേ നാൾ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വഴി അറിഞ്ഞു, ഒരാളിങ്ങനെ ചോദിച്ചു എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് ഓർക്കണം, 2 കൊല്ലം ഒരു ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് ഓർക്കണം, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണെന്ന് ഓർക്കണം. ഭാവനയിപ്പോൾ ലിപ്സ്റ്റിക് അടിക്കാറുണ്ടോ, ഭാവനയിപ്പോൾ ചിരിക്കാറുണ്ടോ, ഇങ്ങനെയുള്ളൊരു കുറച്ച് പേർക്കൊരു മറുപടി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കരഞ്ഞു മെഴുകുന്ന സാഡ് സ്റ്റോറീസോ റീൽസോ എടുത്ത് ഷെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും ഹാപ്പി. എൻ്റെ വീണ്ടും തൊട്ടപ്പുറത്തുള്ളൊരു കൊച്ചെന്ന് പറയാൻ വല്ലാണ്, ഇങ്ങനെ ഒന്നും 10-22 വയസ്സുണ്ട്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും ഞാൻ അനുഭവിക്കേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ, മെൻ്റലി അനുഭവിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിനെ കണ്ടാൽ പറയില്ല, ചേച്ചിയുടെ സ്റ്റോറി കണ്ടാൽ പറയില്ല. യെസ്, ഞാൻ ഒരാൾക്ക് പോലും പിടികൊടുക്കില്ല. കാരണം ആ ഒരു സമയത്ത് ഞാൻ അത്ര ഡിപ്രഷൻ വന്ന് ഞാനൊരു ഓർഡർ ഇല്ലാതെ കേട്ട പറഞ്ഞത് എനിക്ക് തന്നെ അറിയാം. ഡിപ്രഷൻ ഒന്ന് പൊട്ടിക്കരയാൻ. നമ്മുടെ മറ്റേ ചന്ദ്രലേഖ സിനിമയിൽ ഇന്നതിൻ്റെ ഏട്ടൻ പറയാനുണ്ട്, മോളെ നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, അതിന് പോലും പറ്റാതെ ഞാൻ ഈ 10 പേരോട് ഞാൻ പറഞ്ഞല്ലോ കരയണ ഒരാളല്ല. പക്ഷെ എനിക്കൊന്നും മര്യാദക്കൊന്നും കരയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇതിൽ ചെയ്തുകൊണ്ട് പേടിച്ച് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കരയും? ഒറ്റക്കൊരു റൂമിൽ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഇത് മറികടന്നത്. മെഡിസിൻ എടുക്കാൻ പോലും എൻ്റെ കൂടെ ഒരാളും, അതായത് ഇവളൊന്ന് ഓക്കെ ആവട്ടെ, അല്ലെങ്കിൽ ഇവൾ ഉറങ്ങട്ടെ, ഇവളുടെ ടെൻഷൻ കുറയട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മെഡിസിൻ എടുക്കാൻ പോലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായില്ല. കാരണം അവർക്കൊക്കെ പെൺകൊച്ചാണ്, ഇതിപ്പോൾ മെഡിസിനൊക്കെ എടുത്ത മാനസിക രോഗിയായി പോയാലോ, മരുന്നില്ലാതെ ഉറങ്ങാൻ പറ്റാതായി പോയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ എൻ്റെ പെർമിഷൻ മാത്രം മതി. അങ്ങനെ കുറേ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അതിലൊരു ഡോക്ടറുടെ നിർബന്ധപ്രകാരം ഞാൻ ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിച്ചു. പക്ഷേ എനിക്കത് സെറ്റായില്ല. പിന്നെ ഞാൻ ആ ഒരു കോഴ്സൊന്നും ഞാൻ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. അത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് വേണ്ട, കാരണം ഞാൻ മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ചാവാനൊന്നും പ്ലാനില്ല. അങ്ങനെ കുറേ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയും ഇത് ഇങ്ങനെയൊന്നും. ഞാനൊരു കാര്യം പറയട്ടെ, ആത്മഹത്യ ചെയ്യണ ആരുടെയും കാര്യം തിരക്കാൻ പോകരുത്. കാരണം നമുക്ക് നിസ്സാരമായിട്ട് തോന്നാനൊക്കെ അവർക്ക് താങ്ങാൻ പറ്റണമെങ്കിൽ അപ്പുറത്തായിരിക്കും. അതിലൊരെണ്ണം നല്ല രീതിക്ക് ഒന്ന് സീനായി പോയി. ഞാൻ കുറച്ച് ദിവസം ബോധമില്ലാതൊക്കെ കിടന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. കുറച്ച് ഇതായിപ്പോയി. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ കുറച്ച് കൗൺസിലിങ്ങിന് പോയി. ഒരു കൗൺസിലിംഗ് എനിക്ക് സൂപ്പറായിരുന്നു. ആ ഒരു ഡോക്ടർ എനിക്ക് ഒരു ബൈബിൾ ഗിഫ്റ്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് പേജിൽ നല്ലൊരു ഫോട്ടോയൊക്കെ എഴുതി തന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് കടന്നു പോയ അങ്ങനെയൊക്കെ കുറേ ലിവർ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചാകാൻ വേണ്ടിയിട്ടുള്ള കണ്ട മെഡിസിൻ കഴിക്കാൻ കുറേ കച്ചറ തരമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ ഒന്ന് രക്ഷപ്പെടേണ്ടത് എനിക്ക് കുറച്ചുകൂടി അനുഭവിക്കാനിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തി. യെസ്. അപ്പോൾ അതിനുശേഷം ലൈഫ് അങ്ങോട്ട് പോകുമ്പോഴേക്കും പിന്നെയും കുറച്ച് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് മെൻ്റലി ഹരാസ് ചെയ്യാനവർ ഫിസിക്കലി ഉപദ്രവിക്കുന്നവരൊക്കെ ലൈഫിൽ വന്ന് കടന്നുപോയി. അതിനുശേഷം ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. ഞാൻ അധികം എന്താക്കുള്ള, കാരണം ഞാൻ കറക്റ്റ് ഓർഡറിലൊന്നുമല്ല പറഞ്ഞതാണ്. കാരണം ഞാൻ ഇപ്പോഴും ഓക്കെ അല്ല, അത് എന്തൊക്കെയോ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മര്യാദക്കല്ലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പം പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൻസൈറ്റി കൊണ്ടാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആവശ്യമില്ലാത്ത പേടിയുണ്ടാകും. ഞാൻ ബസ്സിൽ കയറി ഈ സൈഡ് സീറ്റിലിരിക്കുമ്പോഴേക്കും ഓക്കെ ഈ ബസ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പുറത്ത് പോയിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും പറ്റുമോ, കുഞ്ഞു കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവും. അതായത് എനിക്ക് ചൂടെടുക്കേണ്ടത് അപ്പോൾ ഫാൻ ഇടണം. പക്ഷേ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ടാൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ സ്വിച്ച് ഓൺ ഓഫ് ഇതാണ് ചെയ്യേണ്ട എൻ്റെ ഒരു പരിപാടി. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. ലൈക്ക് എൻ്റെ ഈ ഫോണിലെ
2023 മുതൽ ഈ ഫോൺ സൈലൻ്റാണ്. എനിക്ക് വാട്സപ്പ് ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ വൈബ്രേഷൻ ആയപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷൻ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ അപ്പം എണീച്ചുകൊണ്ടിരിക്കുന്നു, ഡീപ്പായിട്ടൊരു ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടിയാൽ തന്നെ അത്രയും മോശമായ സ്വപ്നങ്ങൾ കാണുന്നു, മര്യാദക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലൈവിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് എന്നോട് ലൈവിൽ ചോദിച്ചിട്ട് എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നു, നല്ല ക്യാരക്ടറാണ്, നല്ല ബിഹേവിയറാണ്, നല്ല ആറ്റിറ്റ്യൂഡാണ്, എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ നിങ്ങളോട് ഫേക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടോ, ലൈവിലിരിക്കുമ്പോഴേക്കും എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ ആൻസൈറ്റിയുള്ള ഒരാളാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വേറെ ഒന്നും വന്നില്ല, എനിക്ക് തിരക്കുള്ള സ്ഥലം ആളുകളൊന്നും അന്നത്തെ ആ ഒരു ഇതിന് ശേഷം ഇന്നും എനിക്കത് പറ്റാറില്ല. പിന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇട്ടപ്പോൾ അതിൽ ആൾക്കാരെന്നെ നോട്ടീസ് ചെയ്തത്, നിന്റെ കണ്ണ് കണ്ടാൽ അല്ലെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത ചിരി കണ്ടാൽ അറിയാം നീ ഓക്കെ അല്ല, നീ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഞാൻ നല്ല രീതിക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ആ ലൈവ് നിർത്തിപ്പോയി. ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, എനിക്ക് നിങ്ങളെ തിരുത്താനോ നിങ്ങളോട് തർക്കിക്കാനോ ഒന്നുമില്ല, നിങ്ങൾ പറയുന്നത് ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ലൈവ് നിർത്തിപ്പോയി. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴും എനിക്ക് തോന്നി സംസാരിക്കാൻ. ഇപ്പോഴും എനിക്കറിയാം ഞാൻ കറക്റ്റായിട്ട് ഒരു കാര്യവും നല്ല പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടുണ്ടായി, എങ്ങനെയൊക്കെ ഉണ്ടായി, എങ്ങനെ അതിൽ നിന്ന് മൂവ് ഓണായി, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും അത്രയും മര്യാദക്ക് പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഈ ക്യാമറ വെച്ചിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ആരോടും ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് പറയുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഭംഗിയായിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്ര നേരം തന്നെ ഭയങ്കര ഒരു അതായത് കരഞ്ഞൊന്നും പോകാതെ തന്നെ സംസാരിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് കരയണമെന്ന് തോന്നാറുണ്ട്. ഒന്ന് കരഞ്ഞെങ്കിൽ ഒരു ആശ്വാസം കിട്ടിയെന്ന് തോന്നാറുണ്ട്. അപ്പോൾ പോലും കരയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. യെസ് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, പ്രൂഫ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടോട് കടന്നു പോകാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ നല്ലത്. ഞാൻ എപ്പോഴും ആൾക്കാരോട് എന്തെങ്കിലും രീതിക്ക് എന്താ കാരണം പോലും അറിയില്ല, പക്ഷെ ഒട്ടും ഓക്കെ എന്ന് പറയാറുണ്ട്. നല്ലൊരു ഡോക്ടറെ കാണും. നിങ്ങൾക്ക് അതായത് മാനസിക രോഗമല്ല ഞാൻ പറയണം, നല്ലൊരു കൗൺസിലിങ്ങിന് പോകും. അല്ലെങ്കിൽ നമ്മൾ അത്രയും കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് പോയി കുറച്ച് പേരോട് സംസാരിക്കും, എല്ലാം ഓക്കെ ആവും, നല്ലതായിട്ടിരിക്കും, നല്ലതായിട്ട് ഇറങ്ങും, എല്ലാവരും സുഖമായിട്ടിരിക്കും.